STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പണ്ഡിത സംഗമം ചാമക്കാലയിൽ നടന്നു. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പൊലിവു ദിനം ആചരിച്ചു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഗമം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പണ്ഡിത സംഗമം ചാമക്കാലയിൽ നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്യാബൊക്കെ പണിത് പിടിച്ച് അവസാനം അല്ലാഹു തആല പറഞ്ഞ് ഇബ്രാഹിം നബിയെ ക്യാബൊക്കെ ഭംഗിയാക്കിയൊക്കെ പണിതിട്ട് ഇനിയൊരു കാര്യം ചെയ്ത് ആ മലയുടെ മുകളിൽ കയറി ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞ് എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതത്തോട് ചോദിച്ചു, സർവശക്തനായ പടച്ചോനെ ഞാൻ ഈ മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞ് ഇതാര് കേൾക്കാൻ വേണ്ടിയിട്ട്? അതിൻ്റെ താഴ്വാരങ്ങളിൽ അങ്ങകലോ ആരൊക്കെയോ ഒക്കെ ഉണ്ട് എന്നല്ലാതെ ആര് കേൾക്കും പടച്ചോനെ? അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, പറഞ്ഞതുകൊണ്ട് കേട്ടോ, ആ മലയുടെ മുകളിൽ പോയിട്ട് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോ, പിന്നെ ഹജ്ജിന് അങ്ങോട്ട് പോരാൻ കേട്ടവർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അന്ന് ആരൊക്കെ കേട്ടിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ വന്നും കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ. അതേപോലെ നമ്മൾ ജംഇയ്യത്തുൽ ഉലമ സന്ദേശം കൊടുത്തു, എല്ലാവർക്കും ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നമുക്കൊന്ന് യോജിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്. അള്ളാഹ് നിശ്ചയിച്ചവരും കേട്ടവരും പറഞ്ഞവരും മനസ്സുള്ളവരൊക്കെ വരും. ഇനി അടുത്ത യോഗത്തിൽ ഇവരൊന്നും ആയിരിക്കില്ല, വേറൊരു കൂട്ടരായിരിക്കും വരിക. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സംവിധാനം. എങ്ങനെ കണക്കൂട്ടിയാലും ഒക്കെ പകുതിയും പകുതിയാണ്. ഏതുപോലെ രാഗം പകലും പകുതിയാണോ, വേനലും വർഷം പകുതിയും പകുതിയാണോ, അങ്ങനെ ദുനിയാവിൻ്റെ മുഴുവൻ കാര്യം പകുതിയും പകുതിയാണ്. നിങ്ങളൊന്ന് ഒഴിവ് കിട്ടുമ്പോൾ സമയമൊക്കെ വെറുതെ ഇരുന്ന് എങ്ങനെ വേസ്റ്റാക്കി കളയണമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും ആലോചിച്ചാൽ മതി. എങ്ങനെയൊക്കെയാണ് ദുനിയാവിൻ്റെ കഥ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യം പകുതിയും പകുതിയാണ്. ആണും പെണ്ണും അടക്കം വേൾഡ് അടിസ്ഥാനത്തിൽ ഒപ്പാപ്പാണെന്നാണ് പറയുന്നത്. സമുദ്രത്തിൽ എത്രത്തോളം ആഴമുണ്ടോ അതിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഭൂമിയിൽ നിന്ന് എവറസ്റ്റ് കൊടുമുടി ഉയർന്നു നിൽക്കുന്ന രണ്ട് ഒപ്പാണെന്നാണ് പറയുന്നത്. PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അൻവർ മുഹിയുദ്ദീൻ ഹുദവി ആമുഖ പ്രഭാഷണം നടത്തി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി, MM മുഹിയുദ്ദീൻ മൗലവി, അബ്ദുൽ ഗഫൂർ അൻവരി എന്നിവർ ക്ലാസ് നയിച്ചു. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി തൊഴിയൂർ ഉസ്താദ് അനുസ്മരണം നടത്തി. ഉമർ ഫൈസി, സൈനുദ്ദീൻ ഫൈസി, അബ്ദുൽ നാസർ ഫൈസി, മുഹമ്മദ് ബാക്കവി, ചെറുപാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ, MT ഹുസൈൻ ദാരിമി എന്നിവർ സംസാരിച്ചു. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പൊലിവു ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഒരു വാർഡില് 5 ഏക്കറെങ്കിലും മിനിമം ഇപ്പോൾ പച്ചക്കറി ചെയ്തു തുടങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. 14-ാം വാർഡിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി 2 ഏക്കർ സ്ഥലം കണ്ടെത്തി 10 ഏക്കർ ചെയ്യാന്നുള്ള തീരുമാനിച്ചെങ്കിൽ ഒരു 3 ഗ്രൂപ്പാണ് ചെയ്തത്. അപ്പോൾ അത് ഒരു 5 ഏക്കർ. മറ്റു സ്ഥലങ്ങളിലും അത്തരത്തിലുണ്ട്. കിഴക്കൻ വാർഡുകളിൽ കുറവാണ് എന്നുള്ളത് അവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എന്തെല്ലാം വികസനം വന്നാലും പ്രകൃതിയിലേക്ക് തിരിച്ചുപോയേ പറ്റൂ. അതാണ് കൃഷിയുടെ പ്രത്യേകത. ഈ ഭൂമി നിലനിൽക്കുന്നത് ജീവജാലങ്ങളിലൂടെ മാത്രമാണ്. മനുഷ്യനാണ് അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് എവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു മരം മുറിച്ചാൽ അതിൽ നിന്ന് 2000-ഓളം സ്പീഷീസുകളാണ് നഷ്ടപ്പെടുന്നത്. CDS ചെയർപേഴ്സൺ ലതാ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു ലോഹിതാക്ഷൻ, PA സുധീർ എന്നിവർ സംസാരിച്ചു. പെരിങ്ങനം കൃഷി ഓഫീസർ ജ്യോതി P ബിന്ദു, SN പുരം കൃഷി ഓഫീസർ തങ്കരാജൻ മാസ്റ്റർ എന്നിവർ ക്ലാസ് നയിച്ചു. മികച്ച രീതിയിൽ കൃഷി ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക സംഗമം നടത്തി. കയ്പമംഗലം കമാലിയ ഇസ്ലാം സെന്ററിൽ നടന്ന സംഗമം കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെന്റ് ഫിനാൻസ് ചെയർമാൻ പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു അനുഭവമാണ്. വളരെ വ്യവസ്ഥാപിതമായി, വളരെ ഉത്തരവാദിത്വത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മദ്രസ മാനേജ്മെന്റ്, അതോടനുബന്ധമായ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്
SMA സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, അതോടൊപ്പം തന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ വളരെ അധ്യാപകരും മാനേജ്മെന്റും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് വ്യവസ്ഥാപിതമായി കേരളത്തിന് വെളിയിലും ആയിരക്കണക്കിന് മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ, ഒന്നുകൂടെ ക്രിയാത്മകമാക്കാൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇസ്ഹാഖ് ഫൈസി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി മുഖ്യപ്രഭാഷണം നടത്തി. സെയ്ദ് സൈനുദ്ദീൻ സക്കാഫി അൽ ബുഹാരി, ഡോക്ടർ AB അലിയാർ, മുഹമ്മദ് അലി സഅദി, അബ്ദുൽ ഖാദർ സക്കാഫി, MM ഇബ്രാഹിം, ഇസ്ഹാഖ് സക്കാഫി, PC മുഹമ്മദ് മുസ്ലിയാർ, സുധീർ സക്കാഫി എന്നിവർ സംസാരിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 50 ഏക്കർ സ്ഥലത്ത് കരനെൽ കൃഷി ആരംഭിച്ചു. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് കരനെൽ കൃഷി പദ്ധതി നടപ്പിലാക്കുന്നത്. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ 22 വാർഡുകളിലും കൃഷി ഇറക്കിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ജ്യോതി എന്ന ഇനം വിത്താണ് കരനെൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 110 മുതൽ 120 വരെ ദിവസങ്ങൾക്കകം ഇവ വിളവെടുക്കാനാകും. 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് 1 ടൺ നെല്ലാണ് വിളവ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃഷി ഓഫീസർ ശശിമേനോൻ പറഞ്ഞു. തളിക്കുളം തമ്പാൻകടവിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിക്കാൻ ശ്രമം. തമ്പാൻകടവ് അമ്പലപ്പറമ്പ് സ്വദേശി രാജേഷ് കാര്യാട്ടിന്റെ ഓട്ടോയാണ് സാമൂഹ്യ വിരുദ്ധർ തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഓട്ടോയുടെ വലതുവശത്തെ കർട്ടന്റെ ഏതാനും ഭാഗം കത്തിനശിച്ചു. മണ്ണെണ്ണ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കുപ്പി ഓട്ടോയുടെ അടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇടവേള.